നല്ലതും ചീത്തയായിട്ടുള്ള ചിന്തകളുണ്ട്, നമുക്ക് നല്ലതും ചീത്തയായിട്ടുള്ള ഓർമ്മകളുണ്ട്. ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില ചിന്തകൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അത് വീണ്ടും വീണ്ടും ഓർത്തിരിക്കുന്നത് നമ്മുടെ കോളേജ് കാലവും മറ്റൊക്കെ നമുക്ക് ഓർത്തിരിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ചില ചിന്തകൾ നമുക്കൊരു ദിവസം തന്നെ കളയുന്ന രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അത് നമ്മുടെ ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജോലിക്കിടയിലും മറ്റ് സന്തോഷകരമായ നിമിഷങ്ങളിലെല്ലാം ഈ ചിന്തകൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു. അങ്ങനെ നമ്മൾ ആപ്പാടെ ഡെഫായിട്ട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചില സമയങ്ങളിൽ ഈ ചിന്തകൾ, ഈ തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഇത് മാറ്റാനുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മെഡിറ്റേഷൻ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിക്കുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ ശ്വാസം നന്നായിട്ട് വലിച്ചും പുറത്തോട്ടും 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ശ്വാസം പൂർണ്ണമായിട്ടും തള്ളിക്കളയും. പൂർണ്ണമായിട്ടും ശ്വാസം വിട്ടതിന് ശേഷം പിന്നീട് ശ്വാസം എടുക്കരുത്. അതികഠിനമായിട്ട് നമ്മുടെ മനസ്സ് പ്രാണവായുവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഇത് എത്തിച്ചേരും. നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ശ്വാസം പുറത്തോട്ട് വിട്ടിട്ട് അതികഠിനമായിട്ട് പ്രാണവായു നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു നിർദ്ദേശം നമ്മുടെ മനസ്സിലേക്ക് നൽകുക. ഇങ്ങനെ നിർദ്ദേശം ഈ രീതിയിലായിരിക്കണം: ഇനി ഇത്തരം തെറ്റായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരരുത്, ഇത്തരം തെറ്റായ ഓർമ്മകൾ എന്നെ ഇതാക്കുന്ന ചിന്തകളും ഓർമ്മകളും അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികളും ഇനി ആവർത്തിക്കരുത്, ഇനി എൻ്റെ മനസ്സിലേക്ക് ആവർത്തിക്കരുതെന്ന് അതികഠിനമായി നമ്മുടെ മനസ്സിനോട് ആജ്ഞാപിക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫലങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുകയും ചെയ്യും. കാര്യം വെച്ചാൽ അതികഠിനമായിട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ ആജ്ഞാപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് 2 ഇതിലാണ് നിൽക്കുന്നത്. ഒന്ന് പ്രാണവായുവിനും വേണ്ടി, ഒന്നും നമ്മുടെ ആജ്ഞാശക്തി. നമ്മുടെ ആജ്ഞാശക്തി ഇതിന്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആജ്ഞാപിക്കുന്നത് കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന് പ്രാണവായു കിട്ടുള്ളൂ. അപ്പോൾ അതികഠിനമായി നമ്മൾ ബ്രീത്ത് കൺട്രോൾ ചെയ്തിട്ട് ഇത്തരം ആജ്ഞാപിക്കൽ നമ്മുടെ ശരീരവും മനസ്സും ഏറ്റെടുക്കുകയും നിങ്ങൾക്കൊരിക്കലും അത്തരം ചിന്തകളും, ഇനി തെറ്റായ ചിന്തകൾ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ അത്തരം ചിന്തകളെല്ലാം നമുക്ക് മാറിക്കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.